ഗോ. ഒരു മിനിറ്റ് മോളെ. കൊച്ചിയിലെ കുറിമാനം പതക്കമില്ല ജീനിലാണ് ഞങ്ങൾ. ഇഷ്ടായോ? എന്താ ഒരു ലൈക്ക്? ഒന്ന് മടപ്പിച്ച് നോക്കൂ, നല്ല മണവാ. കുപ്പി 1 500 രൂപ. സക്സസ്. ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ പോലും പറയാത്ത ഞാൻ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അൺബിലീവബിൾ. റിസ്ക് എടുത്താലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ റിസ്ക് എങ്ങാനും പാളിയ ജയിലിൽ പോയി 3 എണ്ണത്തിന് റിസ്ക് മുക്കി തിന്നേണ്ടി വരും. എന്റെ പേടി അതല്ല, ഈ പെണ്ണങ്ങടെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കൂല. ഇത് അവള് തന്നെ. ഞാൻ നോട്ട് ചെയ്ത് സ്കെച്ച് ചെയ്ത് ക്രയോൺ ഇട്ട് വരച്ച കേസാ. തെറ്റില്ല. ഓക്കെ, അവൾ എണീറ്റാ നമ്മൾ എന്ത് ചെയ്യും? പാട്ട് പാടി ഉറക്കും. ഇത് നേരത്തെ പറയണ്ടേ? എന്ത്? എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ ചെറുതായിട്ടൊക്കെ പാടും. പാടൂന്ന്. പാടൂ? ശരിക്കും ബ്രോ ഇങ്ങ വന്നേ. പള്ളിയിലൊക്കെ പാടൂ. റമേശ പാടൂ. പാട് പാട്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി. അവളെ കൺസേർട്ട് കാണാൻ വിളിച്ചോണ്ട് വന്നില്ല. എനിറ്റാ വീണ്ടും ബോധം കെടുത്തണം. മനസ്സിലാണോ പൊട്ടാ? എന്തൊരു സംസാരോടാ സംസാരിച്ചു. ജന്മത്തിലൊക്കെ സംസാരിച്ചൂടെ? സുട്ടുമണി, സുബ്രമണി കരയല്ലേ? നമ്മളൊക്കെ കിഡ്നാപ്പേഴ്സില്ലേ, ഇങ്ങനെ കരയാവൂ? സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി. സുബ്രഹ്മണ്യ പോട്ടാ, രാത്രി പൊറോട്ട അടിച്ചു തരാം. പൊറോട്ട വാങ്ങിച്ചു കണ്ണീരിട കണ്ണീരടിച്ച് നമുക്ക് കുടിച്ച് തന്നെ. എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞല്ല, ഞാൻ നിർത്തി. പിന്നെ എവിടുന്ന്? അവൾ ഉണർന്നു. മാസ്ക് ഇല്ലാതെ അവിടെ പോകുന്നു. പെണ്ണാണോ പോതാ? മാസ്ക് ഞാൻ മാസ്ക് ഇട്ടേക്കുവാ. ഒന്നുകൂടി എനിക്ക് തന്നെ മനസ്സിലാവുന്നു. ഇപ്പഴാ ആരാ നീ? ഞങ്ങളാരത് മനസ്സിലായോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഇല്ല, കാരണം ഞങ്ങൾ മാസ്ക് വെച്ചിട്ടുണ്ട്. We are professional kidnappers. ആളുകളെ കിഡുമായിട്ട് ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പോളിസി. നിന്റെ തന്തയല്ലേ കുറ്റിക്കാട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമപിള്ള അല്ലേ? പറയടി, നിന്റെ വായിലെന്തടി ധാരയ്ക്ക് തിരികെ വെച്ചിരിക്കുന്ന? പിന്നെ നാരങ്ങയിലെ തിരികെ വെച്ചേക്കുന്ന ഒരു അയ്യോ സോറി. വെറുതെ ആ കൊച്ചിനെ. ഇനി പറ, നിങ്ങൾക്ക് എന്നെ എന്താ ചെയ്യുന്നേ? നിനക്കൊന്നും അറിയില്ല, കാരണം നീ ഒരു കൊച്ചു കുട്ടിയാണ്. അതല്ല എന്റെ ഡയലോഗ്. എനിക്ക് പറഞ്ഞു, നിന്നെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് നിനക്കറിയില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു കിഡ്നാപ്പേഴ്സായി മാറുമെന്ന്. ആ സമയത്ത് ഞങ്ങൾക്കും അറിയില്ല നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് വെച്ച് വേറൊരു വണ്ടി ഒന്ന് ഓപ്പോസിറ്റ് വെച്ചപ്പോഴത്തേക്ക് കയ്യിന്ന് പോയില്ലേ? ചെറുതായിട്ട് തോന്നി. ഇവരാരതറിയാമോ നിനക്ക്? എന്താ അത്? മാസ്. ഒരുപാട് പെൺകുട്ടികളെ ഇവർ റാക്കറ്റിലാക്കി പോക്കറ്റിലിട്ട് വെച്ചിട്ട്. ഇതെന്താ ഇത്? ഗ്യാസ് വിശക്കുന്ന രാവിലെ മേടിച്ചാ മേടിച്ചതും തീർന്നോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? കാശ്, പണോ, ദുട്ട്, മണി മണി, കാശ്, മണി മണി. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. കിഡ്നാപ്പേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യാൻ പറഞ്ഞപ്പോ കോമാളിത്തരം കാണിക്കുന്നോടാ. വി ആർ ഫണ്ണി കിഡ്നാപ്പേഴ്സ് എന്ന് വിചാരിച്ചോട്ടെ. നീ ആരുടെ രജനികാന്ത ഇങ്ങനെ കാണിക്കാൻ? എനിക്ക് ഹോട്ടലിലെ വെയിറ്റർ ആയിട്ടുള്ള പരിചയമുള്ളൂ, അല്ല ഞാൻ കിഡ്നാപ്പർ ഒന്നും അല്ല. ഞാൻ പിന്നെ പാരമ്പര്യമായിട്ട് കിഡ്നാപ്പേഴ്സ് ആയതാണല്ല. അവസ്ഥ ഉണ്ടായി പോയതാണ്. തിരിഞ്ഞു നോക്കിയാ ബാങ്കിലെ ലോണും വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത ഓരോ അണ്ണാച്ചിമാരോ പുറകില്. മുന്നിൽ നോക്കിയാ പിന്നെ ഇങ്ങനത്തെ വഴിയൊക്കെ കാണൂ.
നിന്റെ റേഷൻ കാർഡ് കളഞ്ഞു പോയാൽ നിന്റെ വീട് പട്ടിണിയല്ലേടാ? അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും തരണമായിരുന്നു. തന്ന് കുറെ അസുഖവും ദാരിദ്ര്യവും കഷണ്ടി മര്യാദയ്ക്ക് എന്റെ കൂടേക്കാണെങ്കിൽ കൂടേക്ക് കോമാളിത്തരം കാണിക്കാനാണ് ഇറങ്ങ്. ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാം. സോറി അളിയ. മൊബൈൽ ഫോൺ തരില്ല. ബാഗിലോ? പോയ മൊബൈൽ ഫോൺ എടുത്തിട്ട് വാ. യെസ് ബോസ്. ബോസാ ഇരിക്കട്ടെ. ആ ഓക്കെ ബൈ ബൈ. എന്തേലും ചോദിക്കണ്ട്? ബോസ് എന്തെങ്കിലും ചോദിക്കി. എനിക്ക് പെമ്പിളേർത്തുണ്ടോ? കിഡ്നാപ്പർ അല്ലേ ബോസ്? എന്തെങ്കിലും ചോദിക്കി. എന്തോത്തിന് പഠിക്കുന്നു? എന്തോത്തിന് പഠിക്കുന്നത്? എമ്മ ഇംഗ്ലീഷ്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഓരോ ചതിക്കുഴി പോയി വീഴുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. കാലം ഒന്നും ശരിയല്ല. ബോസേ കിട്ടി ബോസേ അവളുടെ ബാഗ്. അശി. മൊബൈൽ ഫോണിന്റെ കൂടെ കാശ് വല്ലതും ഉണ്ടോ നോക്കടാ. ഇത് സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ് ബോസ്. നാച്ചുറൽ അല്ലല്ലേ? പണ്ടാരെ ഫേസ് ലോ കാണില്ല. കണ്ണു തുറക്കടി. തുറപ്പിക്കടാ. നമുക്ക് അവളുടെ തന്തയെ വിളിക്കാം. നീ അവക്ക് ഫുഡ് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിക്കും. കാശുണ്ടേ മേടിച്ചു കൊടുക്കും. എന്താ വേണ്ടത് കഴിക്കാൻ? 1 പ്ലേറ്റ് ചോള ഭട്ടൂരെ, 1 സേവ് പൂരി, 1 നെയ് റോസ്റ്റ്, പിന്നെ ഡെസേർട്ടിന് ഐസ്ക്രീം മതി. ഇവളെങ്ങനെ അറിഞ്ഞ ഹോട്ടലിലെ വെയിറ്റർ വന്ന്? ആ പിന്നെ വട വേണ്ട. വട മാത്രമേ തരൂ. അതിനുള്ള പൈസ എന്റെ ഉള്ളൂ. പിന്നെന്തിനാ ചോദിച്ചു? അതെനിക്ക് ഹോട്ടലിൽ നിന്ന് ഹീലായി പോയി. സോറി. അലറുവോ? ഇല്ല. ഉറപ്പാണോ? ആ. എന്നാ ഈ നാരങ്ങ എടുക്കോ ലൈം ജ്യൂസ് പിടിച്ചോണ്ട് വരാം. കിഡ്നാപ്പ് ചെയ്തെന്ന് വിചാരമില്ല പെണ്ണിന്. 72 48. ഇത് കുറ്റിക്കാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ പിള്ളയില്ലേ? എന്ത് MLA ആവണോ? പഞ്ചായത്ത് വിറ്റ്. ഞങ്ങൾ ആരാന്നറിഞ്ഞ തന്റെ ഈ കോമഡി ട്രാജഡി ആവും. ആരാ നീയൊക്കെ? We are kidnappers. നീയൊക്കെ എന്തോന്ന് എന്റെ കിഡ്നാപ്പ് താൻ ഉണ്ടാക്കി വെച്ച ഒരു സാധനം. ചീത്തപ്പേരും നാണക്കേടുവിനെ ഉണ്ടാക്കാറുള്ളൂ. അതിന്റെ ഒക്കെ കിട്ടാറുണ്ട്. എന്നാ ആ ചീത്തപ്പേരിനോട് ഒരു ചീത്തപ്പേരോട് ഇരിക്കട്ടെ. തന്റെ മോളെ ഞങ്ങൾ ഇങ്ങ് പൊക്കി. എന്തോന്ന്? തന്റെ മോളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തെന്ന്. ചുമ്മാ വേണ്ടാതിനും പറയല്ലേ. അടിയുടെ 2 പഞ്ചായത്ത് വിട്ടൂടാ. കളിക്കല്ലേ. ബാക്കി അറിയുവാൻ പിന്നെ വിളിക്കൂ. എന്തിനാ കട്ട് ചെയ്തേ? അവൻ തിരിച്ചു വിളിച്ചോളൂ. ഹലോ മോളെ, മോളെ തട്ടിക്കൊണ്ടുപോയി. പിണങ്ങി പോയ ആള്. വിളിക്കും. ഹലോ ഹലോ കിഡ്നാപ്പേഴ്സ് അല്ലേ? അല്ലല്ലോ, ഞാൻ MLA. ഞാൻ പ്രസിഡന്റ്. ചുമ്മാ കളിക്കരുത്. എന്റെ മോളെ നിങ്ങൾ എവിടെ കൊണ്ടുപോയത്? ഞാൻ ഡോറയാണോ വഴി അങ്ങ് പറഞ്ഞു തരാനേ? ഞങ്ങൾ പറയുന്ന തുക 5 ലക്ഷം. 5 ലക്ഷം. അത് ഞങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ എത്തിച്ചാൽ നിന്റെ മകൾ സേഫ്. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളെ പോലീസ് പിടിക്കില്ലേ? നിന്റെ മകൾ അയ്യോ ഒന്നും ചെയ്യല്ലേ. അടുത്ത നമ്പറിൽ നിന്ന് ലൊക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ ബൈ. ബൈ. ഹലോ വെക്കല്ലേ. ഹലോ ഞാനേ എന്റെ സിം തരാം. നീ അതാ ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ടിട്ട് അതിന്ന് ഗോവയ്ക്ക് പോവാ. ദൃശ്യവും കണ്ട് ഇറങ്ങിയേക്കേ. ഇല്ലടാ, ഞാൻ വിസ എടുത്ത് പ്ലെയിനിൽ കയറ്റി വിടാം. ഇങ്ങോട്ട് വേടാ. നിങ്ങളൊന്നും ചെയ്യും. എന്തോ ഇത് മാത്രമേ ഉള്ളോ? ഇച്ചിരി മാവേ മുക്കിപ്പൊരിച്ച് ഏത്തക്കാപ്പായിട്ട് തരട്ടാ. ആ തരുവോ? കഴിക്കടി. അപ്പൊ ലൈം ജ്യൂസോ? അത് ഞാൻ ദാഹിച്ചപ്പെടുത്താൻ കുടിച്ച്. എന്നാ ഈ കെട്ടെങ്കിലും അയച്ചുവിടാ. നല്ല കഴിക്കാൻ പറ്റൂ. ഏജന്റ് സെബാസ്റ്റ്യൻ കം. ഞങ്ങൾ ഈ സിം കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഇല്ലേ നമ്മളെ പോലീസ് ട്രാക്ക്. ബ്രില്യന്റ്. അത് കഴിഞ്ഞ് അവളച്ഛനെ ഞാൻ കണ്ണ് കെട്ടി ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. അച്ഛനെ എന്തിനു കണ്ണെട്ടി കൊണ്ടുവരുന്നത്? ഉറിയടിക്കാൻ. എടാ പൊട്ട, ഇല്ലേ നമ്മുടെ സ്ഥലം അവര് കണ്ടുപിടിക്കില്ലേ? താങ്ക് യു. വിശന്നിരുന്നു. ഇത് അവളുടെ ഫോണാ. സൂക്ഷിച്ചു വെച്ചേരെ, കളയരുത്. ഇവിടെ അവളും നീ മാത്രമേ ഉള്ളൂ. അത് കാണിക്കരുത്. എന്ത് മണ്ടത്തരം. So we are leaving. ഏത്തക്ക തൊലിക്കാൻ ലോജിക്കലി കൈ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം ഞാൻ കെട്ടഴിച്ചു തരുക. തൊലിച്ച് കഴിക്കടി. ഇത് വല്ല പഞ്ചായത്ത് വൈപ്പിലും കറക്കിയിറങ്ങി വെള്ളമെങ്കിലും വന്നേനെ. ഇതെന്തോന്ന് ഷട്ടർ അതിശയന് കയറാനാ. ഇത് നല്ലത് ഹോട്ടലിലേക്ക് നേരുന്നു. പറഞ്ഞാ പോരെ, തുറന്നിരുത്തില്ലേ? ഓടരുത്. അവിടെ
പോവല്ലേ പെങ്ങളെ പോവല്ലേ. കാല് ഓ, വിടറാ. നേരത്തെ പറഞ്ഞ ഞെട്ടൂരെ പട്ടൂരെ എല്ലാം ഞാൻ പേടിച്ചിട്ട് വിട്. പോവല്ലേ please. വിടറാ. അമ്മ. പട്ടി ഒരു മുടി അവിടെ നിന്നില്ലേ? നോക്കി സഹായിക്കണോ? കൺഫ്യൂഷൻ ആക്കുന്ന ഒന്ന് വാ please, please, വിട്. please. ഒന്ന് വന്നേ കറങ്ങിട്ട് വാ, 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 കറങ്ങുന്നതല്ലേ? പോവാം. അന്തി മേടിച്ചു തരാം. വാ, വാ, വാ. മടക്കി കിട്ടിയാണ് നിന്നെ. നടക്കടി നടക്ക്. എന്ത് രണ്ട് കസേര ആൾക്കാരെന്ത് അവളെവിടെ പോയി പോയാ ബാത്റൂമിൽ പോയി. ആ സിമ്മ് ഗോവയ്ക്ക് പോയി കഴിഞ്ഞു. സുനിമോൻ അവളുടെ അച്ഛനും 5 ലക്ഷം രൂപയുമായി ഇപ്പൊ എത്തും. നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത അവളറുമ്പോ അങ്ങോട്ട് കൊണ്ടോ മാസ്ക് ഇട്ടോ. ഒരു മിനിറ്റ്, എന്താ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒന്നോ നീ 100 ഡൗട്ട് വരും. ഞാൻ ഇപ്പൊ എന്തും പറഞ്ഞു തരും. ആ, നമ്മുടെ ഈ മുഖം അവള് കണ്ട പ്രശ്നമാണ്. പ്രശ്നമാണ്. എനിക്കറിയാം. അതുകൊണ്ട് മാസ്ക് ഇട്. വേ അങ്ങോട്ട് പോലെ ആസ്ക്. ഈ ഒരാളുടെ മുഖം ഒരു തവണ കണ്ട മറന്നു പോയിരിക്കല്ലേ? ഒരാളുടെ മുഖം 5 സെക്കൻഡ് കണ്ടാ മതി, 5 വർഷം ഓർത്തിരിക്കാൻ. നിന്റെ ഒരു മൂഞ്ചി കണ്ടാ മതി, ബാക്കി 2 മൂഞ്ചി മൂഞ്ചാൻ സമയമില്ല. വാ ആസ്ക്. ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത തിരിച്ചറിയത്തില്ലല്ലോ മുഖം. അതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ? അറിഞ്ഞിരിക്കാനാ. അവളെവിടെ പോയി? ടോയ്ലറ്റ് ഇല്ലെന്ന് എനിക്കറിയാം. ഇല്ലല്ലേ? അവളെവിടെ പോയി പറയടാ. എന്ത്? നീ മറ്റേ അമ്പാടി ഹോട്ടലിലെ വെയിറ്റർ അല്ലേ? അയ്യോ വെയിറ്ററായി നീ എങ്ങനെ കിഡ്നാപ്പറായി? PSC ഒന്നും എഴുതണ്ടല്ലോ. സിറ്റുവേഷൻഷിപ്പ്. സിറ്റുവേഷൻഷിപ്പോ? സാഹചര്യത്തിന്റെ കപ്പൽ മൂലം. എന്റെ അച്ഛനെ നിന്ന് പൈസ മേടിച്ച് എന്നെ പറഞ്ഞു വിട്ടാ പിറ്റേ ദിവസം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നെ കാണിച്ചു കൊടുക്കും. അയ്യോ, ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ? ഞാൻ അതും പറഞ്ഞ് രക്ഷപ്പെടും. ഹേ, ലോകത്തെ വൃത്തിയേട്ടമൊന്നും നിനക്ക് മാത്രമേ ഉള്ളൂ. നിന്നെ പിടിച്ചാ നിന്റെ കൂടെ ഉള്ളവരെയും പിടിക്കും. അതല്ലേലും എന്നെ പിടിച്ച ഞാൻ അവന്മാരുടെ പേരും പറഞ്ഞു കൊടുക്കും. ആ, ഫ്രണ്ട്സ് ആയ ഇങ്ങനെ വേണം. താങ്ക്സ്. അപ്പൊ ഈ സീൻ ഒഴിവാക്കണമെങ്കിൽ എനിക്കൊരു ഡിമാൻഡ്. എന്താണേലും പറഞ്ഞോ, ചെയ്യാം. അയ്യോ, 2 ആഴ്ചത്തെ ഓപ്പറേഷൻ ആണ് ആ പട്ടി നീ കളഞ്ഞു കുടിച്ചത്. അറിയാണ്ട് സംഭവിച്ചതാ. ഞാൻ വേണം എന്റെ 2 കിഡ്നി തരാം. സൂക്ഷിച്ച തല തട്ടല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ബോസ്, ബൈ ബോസ്. അടങ്ങടോ, കാണിച്ചു തരാം. എന്റെ ബോസ് എത്തി. അയാൾക്ക് സൗണ്ട് ഇഷ്ടമല്ല, മിണ്ടിപ്പോണ്ട്. ഹീസ് ക്രിമിനൽ മൈൻഡഡ്. 5 ലക്ഷം രൂപ ബാഗിൽ ഞാൻ കൊണ്ടുവരാം. ഈ കൈവച്ച് നീ മാസ്ക് അങ്ങാണ് ഊരിയ നിന്റെ മകളെ ഞാൻ. അയ്യോ ഇല്ല. അടിച്ചു 3 ഷീപ്പ് പോറ്റി തട്ടപ്പോ തിരിച്ചറിയില്ല. അവളെ എവിടെ കൊണ്ടൊളിപ്പിച്ച്? അവള് ജസ്റ്റ് ഒന്ന് പോയി. ബാത്റൂമിൽ പോയാ? അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കൊക്കെ നല്ലതായിരിക്കും. എന്ത്? അവളെ വേറൊരുത്തം വന്ന് കിഡ്നാപ്പ് ചെയ്തു. വേറൊരുത്തനാ? അതാര്? ഹലോ, എല്ലാം സെറ്റല്ലേ? എന്തു വന്നാലും ഞാൻ നാളെ ഇറങ്ങും. ഇതല്ലേ 1 മാസമായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ ആ മെമ്പർ തന്റെ പഞ്ചായത്ത് തൊട്ടൊന്ന് പുറത്തു വന്നാൽ മതി. ആ, അല്ല നമ്മളെങ്ങോട്ടാ പോന്നേ? ഹൈദരാബാദ്. അപ്പൊ രജിസ്റ്റർ മാരേജോ? ഹൈദരാബാദിലു. ആ, ഓക്കെ ഓക്കെ പിന്നെ നീ നാളെ രാവിലെ ഇറങ്ങുമ്പോ തന്നെ നിന്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് അയക്കണം. ഓക്കെ. ലവ് യു. ലവ് യു ടു. കീർത്തി, നീ എങ്ങനെ ഇവിടെ? ഇദ്ദേഹം എന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ സഹായിച്ചേ. ആണോ? താങ്ക് യു ബ്രോ. നമുക്കേ സമയമില്ല, പാപ്പോ ബ്രോ. കയ്യിലെ കാശ് സ്നേഹം തീരുമ്പോ ഉപേക്ഷിക്കരുത്. എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. ചേട്ടാ, മറക്കില്ല ഞാനിങ്ങോട്ട്. മറക്കണം ഇല്ല, ഞാൻ റത്താ. പൊക്കോ, പൊക്കോ ബ്രോ, പൊക്കോ. സോ ക്യൂട്ട്. ബാ. നോക്കി തല തട്ടും. അതിന്റെ ഇടയ്ക്ക് വെട്ടം കളിക്കുന്ന ആളാ. വെട്ടിലെ 1 അല്ല 5 ലക്ഷം രൂപ തലയ്ക്ക് മണ്ടേല്.
ഇനി അവളുടെ തലയ്ക്ക് മണ്ടേന്ന് ഒരു പേ പോലും കിട്ടൂല. ഇവനെ ഒറ്റ കേപ്പിച്ചിട്ട് പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് തേയൂന്ന്. വിട് 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 വിട്. അടുത്ത പെണ്ണിനെ തൂക്കാം നമുക്ക്. അടുത്ത പെണ്ണിനെ തൂക്ക് പോത്തെ. സ്കെച്ചിട്, നോട്ട്സ് എഴുത്, ക്രയോൺസ് വരയ്ക്ക്. അയ്യോ, കണ്ണ് കെട്ടി ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. എന്തോ ചെയ്യും? അയ്യോ, ഞാൻ പോയിട്ടെന്നാ സുന്ദരിക്ക് പൊട്ടുവിടട്ടെ. മുഖം മൂടും. അയാള് പോയോ നോക്കെ. ആ നായിന്റെ മോള് പോയി അല്ലേ? അയ്യോ, അത് ചേട്ടൻ തന്നെയാ. അങ്ങനെ പറഞ്ഞൂടാ. എനിക്കറിയായിരുന്നു എന്നേലും അവള് പോകുന്നു. ഇതിത്തിരി നേരത്തെ ആയെന്ന് കൂട്ടിയാ മതി അങ്കിൾ. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ ഞങ്ങൾ നിറഞ്ഞ അപരാധികളാന്ന്? നിരപരാധി. അത് തന്നെ. സാറിന് ഞങ്ങൾ ഒരു ഓഫർ തരാം. സാറ് 5 ലക്ഷം ഞങ്ങൾക്ക് തന്നിട്ട് സാറ് ഫ്രീ ആയിട്ട് പോയിക്കോളൂ. 5 ലക്ഷം ഞാൻ തരാം. പക്ഷേ ആ മോളെയും ആ നായിന്റെ മോനെയും നീയൊക്കെ എനിക്ക് കണ്ടുപിടിച്ചു തരണം. ഇല്ലെങ്കിൽ ഈ 3 പുറം ലോകം കാണും. ഈ പറയുന്നത് കുറ്റിക്കാട്ടി സോമൻ പിള്ള ഒന്ന് അന്വേഷിച്ചാ മതി.